സോ ഗൈസ് അങ്ങനെ ഫൈനലി റീച്ച്ഡ് മണാലി. സോ നല്ല തണുപ്പുണ്ട്, -10 ഡിഗ്രി തണുപ്പാണ്. കാണുമ്പോൾ അറിയാൻ പറ്റും. അത് കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ്. കൈ മാത്രമല്ല മൊത്തത്തിൽ. ഇനിയിപ്പോൾ നേരെ റൂമിൽ ചെല്ലണം. റൂമിൽ ചെന്നിട്ട് വേണം നോക്കാനായിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. തണുപ്പായിട്ടൊന്ന് ഇതായിട്ട് വരണം, ഒന്ന് അഡാപ്റ്റായിട്ട് വരണം. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കൈയൊക്കെ മരവിച്ച് തുടങ്ങി. ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം അത്രയും -ഡിഗ്രി തണുപ്പാണ്. ഇതാണ് മണാലി ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ നേരെ റൂമിലോട്ട് പോവാണ്. റൂമിൽ ചെന്ന് കാണാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ മണാലിയിലെ റൂമിനകത്ത് എത്തി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. എർലി ചെക്കിങ് ആണ്, കാരണം ഇപ്പോൾ മണി 8:30 ആയിട്ടുള്ള ബസ് നേരത്തെ എത്തി. സോ ഇതിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്നോഫോൾ ചെയ്തതിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു അവിടെയായിട്ട്. പിന്നെ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം സ്നോഫോൾ വളരെ കുറവാണ്. ഏകദേശം ജാനുവരിക്ക് ആകുമ്പോൾ സ്നോഫോൾ ഇവിടെ മണാലിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജാനുവരി തുടക്കത്തോടെ ആയിരിക്കും സ്നോഫോൾ വരുന്നത്. മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, -ഡിഗ്രി തണുപ്പുണ്ട്. പക്ഷേ സ്കൈ ക്ലിയർ ആണ്, അതുകൊണ്ട് തന്നെ സ്നോഫോൾ ഉണ്ടാവില്ല. സോ ഇപ്പോൾ ഇവിടെ നിലവിൽ സ്നോഫോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കിപ്പോൾ കറൻലി പോകാൻ പറ്റുള്ളൂ. റോത്താങ് പാസ്, പിന്നെ അതേപോലെ തന്നെ സോളങ് വാലി, അങ്ങനത്തെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ മാത്രമേ സ്നോഫോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രമേ അതിപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ 3 കിലോമീറ്റർ വരാനായിട്ട് 300 രൂപയാണ്. നമുക്ക് കിലോമീറ്ററിന് 100 രൂപ വെച്ചിട്ടൊക്കെ ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യാനൊരു വഴി കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഇവിടെ സ്നോഫോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്നോഫോളുള്ള ലൊക്കേഷനോട്ട് പോയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ തണുപ്പായിട്ടൊന്ന് അഡാപ്റ്റായിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം കൈയൊക്കെ ഇപ്പം മരവിച്ചിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, -ഡിഗ്രി തണുപ്പാണ്. -10-11 എന്താണ്ടാണ് ഇപ്പോൾ നിലവിൽ. അതെ, അനുഭവിച്ചറിയുള്ളൂ. നമ്മൾ നോർമലി ഇപ്പോൾ പുറത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ശ്വാസം വിടുമ്പോൾ പോലും പുകയാണ് പോകുന്നത്. അപ്പോൾ അതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് റൂമിനകത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊന്ന് ഹീറ്റപ്പ് ആവണം. അതെ, തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. മേലോട്ടൊക്കെ സ്നോയും. അതെ, അപ്പോൾ ഈ തണുപ്പായിട്ടൊന്ന് അഡാപ്റ്റ് ആവണം. സോ അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫ്രഷപ്പ് ആയിട്ട് കാണാം. സോ ഗൈസ്, മണാലി സ്നോഫോളായിട്ടൊന്നും ഇല്ല. സ്നോഫോളൊക്കെ ഈ വർഷം വളരെ പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ വർഷം ഒക്ടോബറിലൊക്കെ സ്നോഫോൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യെ കുറഞ്ഞു. ഇനിയിപ്പോൾ പ്രഡിക്ഷൻ വന്നിരിക്കുന്നത് ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് സ്നോഫോൾ പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് തൊട്ടിട്ട് ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെയൊക്കെ ഹെവി സ്നോഫോളായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് റോത്താങ് പാസിലും പിന്നെ അങ്ങനെ 1-2 സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ സ്നോ നിലവിലുള്ളത്. അതിവിടെ റോത്താങ് പാസിലൊക്കെ വൈകുന്നേരം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റ്ലി സ്നോഫോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കാശ്മീർ അങ്ങനെ പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ മണാലി. ഇതാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോൾ റൂം എടുത്തേക്കുന്നത്. സ്റ്റേ ചെയ്യാനായിട്ട് റൂം എടുത്തേക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ്. നമ്മുടെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. നേരത്തെ കാണിച്ച പോലെ ആ ഒരു വ്യൂവിൻ്റെ ഒരു ലേക്കിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ ഒരു ബ്രിഡ്ജാണ്. നോക്കി നല്ല കിട്ടിലം വ്യൂ. അപ്പോൾ സ്നോഫോളും കൂടെ ഉണ്ടാകുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഇവിടെ റീച്ച് ആയത്. അപ്പോൾ ഇന്നലെ കംപ്ലീറ്റ് നമ്മൾ റെസ്റ്റ് ആയിരുന്നു ഫുള്ള്. കാരണം നമ്മുടെ ബോഡി പെട്ടെന്ന് ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് വന്നുകൊണ്ടിട്ട് വെതർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡി ഒന്ന് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഫുൾ ടൈം റൂമിൽ റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ച് ഇതായിട്ട് പിറ്റേ ദിവസം ഇപ്പോൾ ഇന്ന് 12-ാം തീയതിയാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. 11-ാം തീയതിയാണ് നമ്മളിവിടെ മണാലിയിൽ എത്തിയ ദിവസം. സോ ഇനിയിപ്പോൾ ഇവിടെ ലോക്കൽ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ഒരു റിവറിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളും നോക്കി മനസ്സിലാവും. നമ്മളിപ്പോൾ ലോക്കൽ സൈറ്റ് സീയിങ്ങിനായിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട് നമ്മൾ. കാരണം ഇവിടുത്തെ ടാക്സി സർവീസൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് റെൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ റെൻറ്റിലും റേറ്റും അത്യാവശ്യം നമ്മുടെ അടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല കൂടുതലാണ്.
പക്ഷെ എന്നാലും ഇവിടുത്തെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ റെൻറ്റിനെടുത്ത് ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. സോ അപ്പോൾ ഇന്നത്തെ പരിപാടി സൈറ്റ് സീയിങ്ങും കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. നല്ല രീതിക്ക് നല്ല തണുപ്പുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ തന്നെ ഒരു ദിവസം ഇതേപോലെ റെസ്റ്റ് എടുത്ത് അന്നത്തെ ദിവസം തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് നല്ല കോൾഡ് നല്ല ഫീവറും ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ആ ഒരു വെതർ ചേഞ്ച് വന്നുകൊണ്ടിട്ട് നല്ല കോൾഡും നല്ല ഫീവറും ഉണ്ടായിരുന്നു. നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് ചൂടുവെള്ളം കൺസ്യൂം ചെയ്യുക. പിന്നെ ഹീറ്റർ ഉള്ളതുകൊണ്ടിട്ട് മുഖം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി മാക്സിമം നിങ്ങൾ അതേപോലെ തന്നെ ബോഡിക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കുക. ബോഡി ആ ടെമ്പറേച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ലോങ് ട്രാവൽ ചെയ്തതല്ലേ, അതെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഒരു 12 മണിക്കൂറോളം ട്രാവലിംഗ്. ടോട്ടൽ ഏകദേശം ഒരു 3200 കിലോമീറ്റർ ട്രാവലിംഗ് ആണ് ടോട്ടൽ നമ്മുടെ അവിടെ നിന്ന്. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ ബോഡി ഒന്നാമത് ടയർഡായിരിക്കും. അതുകൂടാതെ പെട്ടെന്നുള്ള വെതർ ചേഞ്ച് അതും 0 ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് ബോഡിക്ക് വേണ്ട റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബോഡി അതിൻ്റെ ഇരട്ടി റിയാക്ട് ചെയ്ത് അതിപ്പോൾ വെയിൽ കണ്ടില്ല, നല്ല ക്ലിയർ സ്കൈ ആണ്. ഇപ്പോൾ ഇവിടെ നിലവിൽ ഇതേവരെ നോർമലി മണാലി ഈ ഒരു സമയത്ത് മഞ്ഞുകൊണ്ട് മൂടി കിടക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ വെതർ ചേഞ്ചും ബാക്കിയുള്ള നാച്ചുറൽ കലാമിറ്റീസും ഒക്കെ കാരണം ഇപ്പോൾ കറണ്ട്ലി ഇപ്പോൾ എവിടെയും സ്നോ ഇല്ല. സ്നോ ഇപ്പോൾ 1-2 സ്ഥലത്ത് ബാരാലാച്ച, റോത്താങ് പാസ്, സിംഗുല ടോപ്പ് അങ്ങനത്തെ 1-2 സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ വെതർ സ്നോ ആയിട്ടുള്ളത്. അതും സ്നോ ഫോളില്ല, നേരത്തെ ഉള്ള സ്നോ മാത്രമാണ് ഉള്ളത്. പക്ഷെ അതിനും പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ടാക്സി എടുത്ത് പോകണമെങ്കിൽ 6000-7000 രൂപയൊക്കെയാണ് 2 പേർക്ക് കൂടെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അതിലും സ്കാമുകളുണ്ട്. അവരവിടെ വരെ പോയിട്ട് ക്ലോസിംഗ് ആണ്, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എമൗണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് എപ്പോഴാണ് വെതർ ചേഞ്ച് വന്നാൽ അവർ ക്ലോസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു പ്രഡിക്ഷനും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശേഷം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാതെ പോകാനും പറ്റത്തില്ല, നമുക്ക് ആ ഒരു വ്യൂവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്നോയിൻ്റെ വിഷ്വൽസ് എത്രത്തോളം കിട്ടുമെന്നോ നമുക്ക് അങ്ങോട്ടേക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിലവിൽ അറിയത്തില്ല. പിന്നെ ഇവിടെ റൂം നമ്മൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. അഫോർഡബിൾ റേറ്റ് അതിനകത്തായിരിക്കും കിട്ടുന്നത്. കാരണം ഇവിടെ വന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 2000-1500 രൂപ കൊടുത്തെടുത്തേ പറ്റുള്ളൂ. ഞങ്ങൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന വേറൊരു റൂം 600 രൂപ ഉള്ളിലേ ഉള്ളൂ, അത്രയൊക്കെ വരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഇന്ന് താമസിച്ച് വെക്കേറ്റ് ചെയ്ത റൂം ഞങ്ങൾ എടുത്തപ്പോൾ 850 രൂപ വന്നുള്ളൂ. ഹീറ്ററും നല്ല സൗകര്യവും എല്ലാം ഉണ്ട്. കിടന്നുറങ്ങാൻ സേഫായിട്ട് തണുപ്പും കാര്യങ്ങളും ഇതൊന്ന് രക്ഷപ്പെടാന്നുള്ള ഇവിടെയുള്ള സ്ഥലങ്ങൾ മാക്സിമം നിങ്ങൾ ടെന്റ് സ്റ്റേ ഒന്ന് ചൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നല്ല തണുപ്പാണ്, നിങ്ങൾ വിറച്ചു പോകും. കാരണം ആ റൂമിനകത്ത് ഇരുന്നിട്ട് വരെ നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ 2 ലെയർ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മളൊരു കണക്കിനാണ് കിടന്നത്. അപ്പോൾ മാക്സിമം ഈ ടെൻറ്റ് പോലത്തെ സ്റ്റേ ഒന്ന് മാക്സിമം ചൂസ് ചെയ്യാതിരിക്കാം. റേറ്റ് കുറവായിരിക്കും, 400-500 രൂപയ്ക്കൊക്കെ ഈ ടെൻറ്റ് സ്റ്റേ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഒത്തിരി സ്ഥലത്ത് കിട്ടും. പക്ഷേ ആ ഒരു സ്റ്റേ ഒക്കെ ഇവിടത്തെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറായിട്ട് നിങ്ങൾ ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചർ ഒന്നും ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ആ ഒരു സ്റ്റേയും കാര്യങ്ങളും നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ അപ്പോൾ അടുത്ത സൈറ്റ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകുന്നത്. പാരാഗ്ലൈഡിങ് ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. ഒരു 3-4 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് പോകുന്നതായിരിക്കും വിഷ്വൽസ് എടുക്കാം. पहली बार तो नहीं पहले नहीं देते हैं जैसे मोटा गच्चे तो बोले तेरी बच्चे आपने तब यहाँ ग्लाइडिंग की होता है जूता तो भाई के टेक ऑफ लैंडिंग में ഭക്ഷണം കഴിച്ചിട്ടൊന്നും മാക്സിമം ഇതിനകത്ത് കയറണ്ടില്ല. ഗൈസ് ഗെറ്റ്സ് വാട്ട്, പാരാഗ്ലൈഡിങ് 8500 അടിയാണ് ഗൈസ്. 8500 അടി ഉയരത്തിൽ, 8500 അടി.
സോ ഗൈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് പാരാഗ്ലൈഡിങ്. നിങ്ങളെ കാണാം ഒരുപാട് മേളിൽ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. ഏകദേശം 8500 ഫീറ്റ് മേളിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴെ എത്തിയത്. എക്സ്പീരിയൻസ് ലൈഫ് ടൈമിൽ ഒരു വട്ടമെങ്കിലും ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം കാരണം ഇത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം മനസ്സിലാവില്ല, അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു ഫീലാണ്, അല്ലാതെ നമ്മളൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു ഫീലല്ല. സോ ലൈഫിൽ ഒരു വട്ടവും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ് പാരാഗ്ലൈഡിങ്. അതേപോലെ തന്നെ ഇനി അതർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളിവിടെ മണാലി വന്നിട്ട് മഞ്ഞ് കാണാത്ത ഒരു സങ്കടം ഭയങ്കര രീതിക്കുണ്ടായിരുന്നു. അതെ, കാരണം നമ്മൾ സാധാരണ ഈ ഡിസംബറിൽ വന്നത് തന്നെ, ഡിസംബറിൽ സാധാരണ പീക്ക് ടൈമാണ് മണാലിയിൽ. അത്രയും കൂടുതൽ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. കാരണം അതിന്റെ സങ്കടമാണ് ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്തപ്പോൾ എന്നിട്ട് മാറിയത്. കാരണം ചിലപ്പോ മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. അത്രയും ഇതായിട്ടുള്ള തണുപ്പത്തൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. കാരണം 8000 അടി മേളിൽ നിന്ന് പറന്നിറങ്ങി വരണ്ടേ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പറ്റുന്നവരെല്ലാവരും ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പേടി ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അഡ്വഞ്ചറസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ നമുക്ക് ഒരു വലിയൊരു പേടിയായിട്ട് തോന്നില്ല. പക്ഷെ അത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും ഇത് നമ്മൾ നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലാണ് ചെയ്തത്. കാരണം നമുക്കിതിനോടുള്ള ആ ഒരു ഇഷ്ടം, ആഗ്രഹം, നമ്മൾ ഇത് ഇവിടെ മഞ്ഞുണ്ടാവുന്ന പ്രതീക്ഷ വന്നതാണ്. നമ്മൾ പാരാഗ്ലൈഡിങ് ഉണ്ടാവുമെന്നല്ല ഞങ്ങൾ പ്രതീക്ഷ. മഞ്ഞുണ്ടെങ്കിൽ എന്തായാലും പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിൻഡ് കണ്ടീഷനും പിന്നെ വെതർ കണ്ടീഷനും വെച്ചിട്ടാണ് ഇവരിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പറ്റിയില്ല. ഇനിയിപ്പോൾ റോത്താങ് പാസുകളൊക്കെ ക്ലോസ് ആണെന്ന് പറയുന്നുണ്ട്, കറക്റ്റ് ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ എല്ലാവരും ചോദിച്ച് പറഞ്ഞു. കാരണം ടാക്സി സർവീസ് 4x4 മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്ന് അവിടെ ക്ലോസ് ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ പട്ടിച്ചന്തയ്ക്ക് പോലെ തിരിച്ചു വരേണ്ടി വരും. സോ അപ്പോൾ എല്ലാം വീണ്ടും എന്തായാലും മഞ്ഞ് കാണാൻ പറ്റാത്തതിന്റെ വിഷമം ഞങ്ങൾ തീർക്കും ഗൈസ്. ഇത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അത് ഈ വീഡിയോ ഈ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആ വീഡിയോ ക്ലിപ്പിൽ ഇട്ടിട്ടായിരിക്കും ആ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത്. മഞ്ഞ് കാണാത്ത എല്ലാ വിഷമവും ഞങ്ങൾ ആ ട്രിപ്പിൽ തീർക്കും. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. വീഡിയോ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എൻഗേജിങ് ആക്കാനും എന്റർടൈൻമെന്റ് ആക്കാനും നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നലത്തെ വീഡിയോസ് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ക്ലിപ്പ് എടുക്കാനായിട്ട് പറ്റാതിരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ദിവസം എപ്പോഴും നമ്മളെന്നല്ല ആരായാലും ഇതിപ്പോൾ നമുക്കിപ്പോൾ ശീലമായി. നമ്മളിപ്പോൾ 1-2 ട്രിപ്പ് ഇങ്ങനെ വിൻ്റർ ട്രിപ്പൊക്കെ പോയിട്ട് ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്, ഇങ്ങനത്തെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഫസ്റ്റ് ടൈം മണാലിക്കൊക്കെ ട്രിപ്പ് വരുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു വെതർ ഗ്യാപ്പ് നമുക്ക് വരികയാണ്. കാരണം നമ്മൾ ഏകദേശം നമ്മുടെ അവിടെ ഇപ്പം ഞങ്ങൾ കൊച്ചിക്കാരാണ്. കൊച്ചിയിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞ ലോസ്റ്റ് അവിടെ ഒരു 18 ഡിഗ്രിയൊക്കെ വരെ വന്നിട്ടുള്ളൂ. അവിടെ നിന്ന് ഒറ്റയടിക്ക് ഏകദേശം 0 ഡിഗ്രി, -1, -2, -3 പോകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ബോഡി റിയാക്ട് ചെയ്യും. കാരണം നമ്മൾ അവിടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. നമുക്ക് ഇത്രയും ഈ ഒരു കോൾഡ് വെതറായിട്ട് നമുക്ക് അത്രയും ഒരു പരിചയമില്ല. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ബോഡി നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മൾ എത്ര ശ്രമിച്ചാലും ബോഡി അതിൻ്റേതായിട്ടുള്ള ഒരു സിക്നസ്സും ഇതും നമുക്ക് വരും. ഇപ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ തല വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കുന്നത്. ഇന്നലെ ഫുൾ ടൈം റൂമിലായിരുന്നു. നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ നിന്ന് നേരെ റൂമിൽ കയറി, റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. നേരെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ റെസ്റ്റ് എടുത്ത് ഫുൾ റെസ്റ്റ്. ഫോൺ പോലും അങ്ങനെ അധികം യൂസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഇന്നലെ ഒരു 1 ഡേ ഗ്യാപ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റിയത്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ റേഞ്ച് കുറച്ച് ഇഷ്യൂ ആണ്. ചില സമയത്ത് കിട്ടുന്നുള്ളൂ, വന്നും പോയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും വീഡിയോ ഉണ്ടാവും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ബാക്കിയുള്ള വീഡിയോയുടെ ജേർണിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഈ വീഡിയോ തന്നെ കാണിക്കാം. സോ അപ്പം ഇനി അടുത്ത സ്ഥലത്ത് നിന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഹഡിംബ ടെമ്പിൾ എത്തി. നമ്മുടെ മണാലിയിലെ ഏറ്റവും ഫേമസ് ടെമ്പിളാണ് ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത സൈറ്റ് സീയിങ്ങിന് പോകണം. ഫസ്റ്റത്തെ ലൊക്കേഷനാണ് ഇന്നത്തെ ഇപ്പോൾ ഹഡിംബ ടെമ്പിൾ. ഇവിടെ നിന്ന് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് ആ ടെമ്പിൾ. നല്ല ക്രൗഡുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്കൈയൊക്കെ അത്യാവശ്യം ക്രൗഡാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും സ്നോഫോൾ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം ഇനിയുള്ള വരുന്ന വഴിയിലെ കാഴ്ചകളുണ്ട്. देखो भाई एक सीढ़ी आएगी। अरे तो मैं स्कूल कोई कुछ नहीं हुआ है।
ഫൈനലി മഞ്ഞ് കണ്ടിരിക്കുന്നു. ഇത് ഇപ്പൊ പെയ്ത മഞ്ഞന്നല്ല, കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഒത്തിരി നാളായി പെയ്ത് കിടക്കുന്ന മഞ്ഞാണ്. അപ്പോൾ സ്നോഫോൾ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല, പക്ഷേ ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആകാശം നോക്കിയാൽ ഞാൻ നല്ല ക്ലൗഡി സ്കൈ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അടുത്ത ഫേസ് സ്റ്റാർട്ടാവും. അപ്പോൾ കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം മാറിക്കിട്ടി. പക്ഷേ സ്നോഫോൾ കാണാൻ എന്തായാലും നമ്മളൊരു വട്ടം കൂടെ വരും. അതിവിടെ അല്ലെങ്കിൽ കാശ്മീർ എവിടെയാണ് ഉള്ളത് അവിടെ പോയി നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ റോത്താങ് പാസിലോട്ട് പോകുന്ന ഗ്രാമ്പൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഗ്രാമ്പൂ എത്തിയിട്ടില്ല, ഇനിയൊരു 5 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട് അങ്ങോട്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല, 4x4 മാത്രമേ ആക്സസ് ഉള്ളൂ കറണ്ട്. അപ്പോൾ ഇതാണ് മഞ്ഞ് ഗൈസ്. സീ ഹൗ ബ്യൂട്ടിഫുൾ. ഇത് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇനി നാളെ നമ്മൾ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. മറ്റന്നാളാണ് നമ്മുടെ റിട്ടേൺ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മുടെ മണാലി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇവിടുന്ന്. ഗൈസ്, അപ്പോൾ നമ്മുടെ മണാലി സീരീസ് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ തിരിച്ച് നേരെ ഡൽഹിക്കാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ബസ് കയറാണ്. ഇതാണ് നമ്മുടെ ബസ്, ഈ കാണുന്ന ബ്ലൂ കളർ ബസ്. സോ നമ്മുടെ മണാലി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യാത്ര അവസാനിച്ചിട്ടില്ല. അതെ, യാത്ര അവസാനിച്ചിട്ടില്ല. മണാലിയിലെ വീഡിയോസ് മാത്രമാണ് ഇതായിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്നോഫോൾ കാണാൻ പറ്റിയില്ല, ആ ഒരു വിഷമമുണ്ട്. പക്ഷേ അത് നമ്മളെന്തായാലും അതെ സ്നോ ഉണ്ട്, പക്ഷേ സ്നോഫോൾ കാണാൻ പറ്റിയില്ല. പക്ഷേ അതെന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം മേക്കപ്പ് ചെയ്യും ഗൈസ്. അതെന്തായാലും നമ്മുടെ ഒരു വാശിയാണ്. അതെന്തായാലും നന്നായി, കാരണം അടുത്ത പ്രാവശ്യം നമുക്കൊരു വാശി വന്നു. അടുത്ത പ്രാവശ്യം അത് കണ്ടേ തീരൂ എന്നുള്ളൊരു വാശി വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.